ഹായ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്ലോ സൈറ്റോമെട്രി ആൻഡ് ഫ്ലൂറസെൻസ്. അപ്പോൾ ഫ്ലോ സൈറ്റോമെട്രി എന്ന വാക്കിൽ നമുക്ക് എന്ത് മനസ്സിലാകാം? സൈറ്റോ എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റ് ടു സെൽസ് ആണ് നമുക്കറിയാം അല്ലേ. മെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്. അപ്പോൾ സെൽസിനെ മെഷർ ചെയ്യുന്ന എന്തോ ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്കാണെന്ന് നമുക്ക് ഈ ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറഞ്ഞ പേരിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഫ്ലോ സൈറ്റോമെട്രി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ലേസർ ബേസ്ഡ് ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സാമ്പിൾ ഓഫ് സെൽസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് സെൽസിൽ നിന്ന് സെൽസിനെ കൗണ്ട് ചെയ്യാനും അവരുടെ ഷേപ്പ് സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാനും പറ്റും. Flow cytometry is a standard laser-based technology that is used in the detection and measurement of physical and chemical characteristics of cells or particles in a heterogeneous fluid mixture. ഒരു ഹെട്രോജീനസ് ആയിട്ട് മിക്സ്ചർ, അതായത് സെയിം ടൈപ്പ് ഓഫ് സെൽസ് അല്ല അവിടെ ഉള്ളത്. ഒരു മിക്സ്ചറിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആ സെൽസിൻ്റെയൊക്കെ ഫിസിക്കലും കെമിക്കലും ക്യാരക്ടേഴ്സൊക്കെ മനസ്സിലാക്കാനും മെഷർ ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ലേസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറയുന്നത്. The use of flow cytometry has increased over the years as it provides a rapid analysis of multiple characteristics like both qualitative and quantitative of the cell. ഒരു സെല്ലിൻ്റെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറയുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. The properties that can be measured by this process. എന്തൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വെച്ച് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞാൽ, പാർട്ടിക്കിളിൻ്റെ സൈസ്, ഗ്രാനുലാരിറ്റി അല്ലെങ്കിൽ ഇൻറ്റേർണൽ കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ ഫ്ലൂറസെൻറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ലേസർ ലൈറ്റ് നമ്മൾ സെൽസിനകത്തോട്ട് പാസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സെല്ലിൻ്റെ സൈസ്, ഷേപ്പ്, ഫ്ലൂറസെൻറ്റ് പ്രോപ്പർട്ടീസൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സിംപ്ലി പറഞ്ഞാൽ ഫ്ലോ സൈറ്റോമെട്രി. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡിനകത്തുള്ള സെൽസ് എല്ലാം സെയിം ആണോ? അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണല്ലേ ബ്ലഡിലുള്ളത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസിൻ്റെ പ്രോപ്പർട്ടീസും ഇൻറ്റേർണൽ കോംപ്ലക്സിറ്റീസും ഷേപ്പും സൈസും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. These characters are determined using an optical to electronic coupling system. Optical to electronic coupling systemത്തിനെ പറ്റി നമ്മൾ പിന്നീടുള്ള സ്ലൈഡ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. അപ്പം ഇത്രയും മനസ്സിലാക്കാൻ മതി. ഒരു ലൈറ്റ് നമ്മൾ സെൽസിനകത്തോടെ പാസ് ചെയ്യുന്നു, ഒരു ലേസർ പാസ് ചെയ്യുന്നു, ആ ലൈറ്റ് സ്കേറ്ററായി പോകും. ആ സ്കേറ്റർ മെഷർ ചെയ്യാൻ ഒരു ഡിറ്റക്ടർ ഉണ്ടായിരിക്കും. ആ ഡിറ്റക്ടർ പിന്നീട് ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു പറഞ്ഞ ഷേപ്പും കോംപ്ലക്സിറ്റിയൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് റെക്കോർഡഡ് ആയിട്ട് വരും. അതാണ് സത്യം പറഞ്ഞാൽ ഫ്ലോ സൈറ്റോമെട്രി. Flow cytometer, despite its name, does not necessarily deal with cells. സെൽസിനെ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു കാര്യമല്ല ഫ്ലോ സൈറ്റോമെട്രി. സെൽസും ഉണ്ട്, ബട്ട് ഇറ്റ് ഓൾസോ ഡീൽ വിത്ത് ക്രോമസോം ഓർ മോളിക്യൂൾസ് ഓർ മെനി അതർ പാർട്ടിക്കിൾസ് ദറ്റ് ക്യാൻ ബി സസ്പെൻഡഡ് ഇൻ ദ ഫ്ലൂയിഡ്. ഓരോ ഫ്ലൂയിഡിനകത്തുള്ള പാർട്ടിക്കിൾസ്, മോളിക്യൂൾസ്, അതുപോലെ ക്രോമസോംസ് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോ സൈറ്റോമെട്രി യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്ലോ സൈറ്റോമെട്രിയുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാം ഒരു നടുക്കൊരു കോളം ലൈക്ക് സ്ട്രക്ചറുണ്ട്. ഫ്ലൂയിഡിക് സിസ്റ്റം എന്ന് എഴുതിയിരിക്കുന്ന ഒരു കോളം ലൈക്ക് സ്ട്രക്ചർ നമുക്ക് കാണാം. അതിലൂടെയാണ് നമ്മൾ മിക്സ്ചർ അല്ലെങ്കിൽ സാമ്പിൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോളത്തിൻ്റെ ടിപ്പിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആ മൗത്ത് പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്. അപ്പോൾ ഒരു സമയത്ത് ഒരു സെല്ലിനെ മാത്രമേ അത് പാസ് ചെയ്ത് വിടത്തുള്ളൂ. എന്നിട്ട് സൈഡിലായിട്ട് നമുക്ക് ലേസർ ലൈറ്റ് കാണാം. ലേസർ ലൈറ്റ് ഉണ്ട്, അത് സ്കേറ്റർ ആവുന്നുണ്ട്. അപ്പുറത്തൊരു ഡിറ്റക്ടർ സിസ്റ്റം കാണാം, അത് കണക്ട് ചെയ്തേക്കുന്ന ഒരു കമ്പ്യൂട്ടറിലോട്ടാണ്. അപ്പോൾ ഈ ലേസർ ലൈറ്റ് സെല്ലിൽ ചെന്ന് ഹിറ്റ് ആവുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സ്കേറ്ററിങ് നമുക്ക് കാണാം. ഫോർവേഡും സൈഡ് സ്കേറ്ററിങ്ങും. അപ്പോൾ ഫോർവേഡ് സ്കേറ്ററിങ്ങും സൈഡ് സ്കേറ്ററിങ്ങിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കും. അപ്പോൾ ഡിറ്റക്ടർ ഇങ്ങനെ മനസ്സിലാക്കും അത് ഫോർവേഡഡ് ആണോ അതോ സൈഡ് സ്കേറ്ററിങ് ആണോ എന്ന്. ഇനി ഫ്ലോ സൈറ്റോമെട്രിയുടെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
It is based on the measurement of light scattered by the particles and the fluorescence observed when these particles are passed in a stream through a laser beam. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കോളത്തിലൂടെ നമ്മൾ സെൽസിനെ എല്ലാം പാസ് ചെയ്യുന്നു, എന്നിട്ട് ലേസർ ബീം വന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് സ്കേറ്ററായി പോകുന്നു. നമ്മളൊരു സാമ്പിൾ ഓഫ് സെൽസ് നമ്മൾ കോളത്തിനകത്തോട്ട് വിടുന്നു, എന്നിട്ട് സൈഡിൽ ഒരു ലേസർ ഓഫ് ലൈറ്റ് നമ്മൾ പാസ് ചെയ്യുന്നു. ഈ ലൈറ്റ് പിന്നീട് സ്കേറ്റർ ആകുന്നു. ഈ സ്കേറ്റർ ആകുന്നത് ഡിറ്റക്ടറിൽ ചെന്ന് ഡിറ്റക്റ്റ് ആകും. എന്നിട്ട് അത് ലാസ്റ്റിൽ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണ് ഡിറ്റക്ടർ. അവിടെ ചെന്ന് കമ്പ്യൂട്ടർ അത് ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ ഫ്ലൂറസെൻറ്റ് ഡൈ യൂസ് ചെയ്ത് സെൽസിനുള്ളിലെ കോംപ്ലക്സിറ്റി നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 3 സിസ്റ്റംസ് ആണുള്ളത്: ഫ്ലൂയിഡിക് സിസ്റ്റം, ഒപ്റ്റിക്കൽ സിസ്റ്റം, ഇലക്ട്രോണിക് സിസ്റ്റം. ഇതിനെയൊക്കെ പറ്റി പിന്നീടുള്ള സ്ലൈഡ്സിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനിയും ലൈറ്റ് സ്കേറ്ററിങ്. നമ്മൾ പറഞ്ഞു ഒരു ബീം ഓഫ് ലൈറ്റ് വരുന്നു, അത് സെൽസിൽ ചെന്ന് ടച്ച് ചെയ്തിട്ട് അത് സ്കേറ്ററായി പോകുന്നുണ്ടെന്ന്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്കേറ്ററിങ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ലേസർ ലൈറ്റ് സെല്ലിനെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു പാർട്ട് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിൽ സ്കേറ്റർ ആകും. അതിനാണ് നമ്മൾ ഫോർവേഡ് സ്കേറ്റേർഡ് ലൈറ്റ് FSC എന്ന് പറയുന്നത്. ഇനി ഈ ഫോർവേഡ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഡയറക്ഷനിലോട്ട് സ്കേറ്ററായി പോകുന്നതിനെയാണ് സൈഡ് സ്കേറ്റേർഡ് ലൈറ്റ് എന്ന് പറയുന്നത്, SSC എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുകൂടെ കൂട്ടുമ്പോഴാണ് നമുക്കൊരു ഹെട്രോജിനസ് സെല്ലിൻ്റെ പോപ്പുലേഷനിൽ ഡിഫറെൻറ്റ് സെൽ ടൈപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫോർവേഡ് സ്കേറ്റഡ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്കേറ്ററായി പോകുന്നതിനാണ് ഫോർവേഡ് സ്കേറ്റഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്, അതായത് സെൽ സൈസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർവേഡായിട്ട് സ്കേറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സെൽ സൈസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി സൈഡ് സ്കേറ്ററിംഗ് ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കോംപ്ലക്സിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുകൂടെ മെഷർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹെട്രോജിനസ് പോപ്പുലേഷനിലെ സെൽസിൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഫ്ലൂറസെൻസ് മാർക്കേഴ്സ് സെല്ലിൽ അറ്റാച്ച് ചെയ്യും നമ്മൾ. ഈ ഫ്ലൂറസെൻറ്റ് മാർക്കർ സെല്ലിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ DNA നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്ലൂറസെൻറ്റ് കോമ്പൗണ്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോണെ ഒരു ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റഡ് ആവും. ഈ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണ് റിട്ടേൺ ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ വരും. എന്നിട്ട് അത് ഫ്ലൂറസെൻ്റായിട്ട് ഇറ്റ് വിൽ എമിറ്റ് എക്സസ് എനർജി അറ്റ് ഫ്ലൂറസെൻസ് ആയിട്ട് എക്സസ് ആയിട്ടുള്ള എനർജി അവർ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്രോസസ്സിൽ സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൗണ്ട് ചെയ്യാനും നമുക്ക് പറ്റും. എന്തുപയോഗിച്ച്? ഫ്ലൂറോക്രോംസ് ഉപയോഗിച്ച് നമുക്ക് സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൗണ്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്ലൂറസെൻറ്റ് ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് DNA അല്ലെങ്കിൽ അവരുടെ പ്രോട്ടീനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ഫ്ലോ സൈറ്റോമെട്രി. ഫ്ലോ സൈറ്റോമെട്രിക്ക് 3 പാർട്സ് ആണുള്ളത്: ഫ്ലൂയിഡിക്സ്, ഒപ്റ്റിക്സ് സിസ്റ്റം ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം. അപ്പോൾ ഫ്ലൂയിഡിക് സിസ്റ്റം എന്ന് പറയുന്നത് സാമ്പിൾ ഫ്ലോ ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഫ്ലൂയിഡിക്സ് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ലേസർ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഒപ്റ്റിക് സിസ്റ്റം. ഇനി ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇലക്ട്രോണിക് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാർട്ടാണ് ഫ്ലൂയിഡിക്സ്. The purpose of fluidic system is to transport particles in a fluid stream to the laser beam. അതായത് ഫ്ലൂയിഡിക് സിസ്റ്റത്തിലൂടെയാണ് സെൽസിനെ ലേസർ ലൈറ്റിലേക്ക് ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സാമ്പിൾ ഓഫ് സെൽസിനെ ഒരു സലൈൻ ഫ്ലൂയിഡിൽ മിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഒരു നാരോ സ്ട്രീമായിട്ട് മൂവ് ചെയ്യിപ്പിക്കും. ഈ മൂവ് ചെയ്യുമ്പോൾ ലേസർ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യും. ഈ ലേസർ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് സ്കേറ്ററായി പോകും. അപ്പം ഈ ഒരു ഫ്ലൂയിഡിക് സിസ്റ്റം എന്താ എൻഷുർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു സെല്ല് മാത്രമേ ബീമിൽ കൂടെ പാസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഈ ഫ്ലൂയിഡിക്സിൻ്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഒപ്റ്റിക് സിസ്റ്റം. ഒപ്റ്റിക് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റ് വരുന്ന ആ ഒരു ലേസർ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒപ്റ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന് 2 പാർട്സ് ആണുള്ളത്:
എക്സൈറ്റേഷൻ ഒപ്റ്റിക്സ് ആൻഡ് കളക്ഷൻ ഒപ്റ്റിക്സ്. അപ്പോൾ എക്സൈറ്റേഷൻ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ലേസർ അല്ലെങ്കിൽ ലെൻസ് യൂസ് ചെയ്തിട്ട് ലേസർ ബീമിനെ സാമ്പിളിൽ കടത്തിവിടുന്നു. അതാണ് എക്സൈറ്റേഷൻ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കളക്ഷൻ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ എമിറ്റ് ആവുന്ന ലൈറ്റിനെ എല്ലാം കൂടി ഗാദർ ചെയ്യിപ്പിക്കുന്നതാണ് കളക്ഷൻ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. എക്സൈറ്റേഷൻ ഒപ്റ്റിക്സ് കൺസിസ്റ്റ് ഓഫ് എ ലേസർ ആൻഡ് ലെൻസ്. അവിടെ എന്തുണ്ട്? ഒരു ലേസറുമുണ്ട്, ഒരു ലെൻസുമുണ്ട്. ദാറ്റ് ഈസ് യൂസ് ടു ഷേപ്പ് ആൻഡ് ഫോക്കസ് ദ ലേസർ ബീം ടു ദ ഫ്ലോ ഓഫ് സാമ്പിൾ. സാമ്പിളിലോട്ട് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് ഫോക്കസ് ചെയ്ത് വിടുന്നതാണ് എക്സൈറ്റേഷൻ ഒപ്റ്റിക്സ് ചെയ്യുന്നത്. ഇനി കളക്ഷൻ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാലോ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ലെൻസ് ടു കളക്ട് light emitted after the particle interact with the laser beam and a system of optical mirrors that divert the specified wavelength of the collected light to designated optical detectors. അപ്പോൾ ഇതെന്താ, എമിറ്റായി വരുന്ന ലൈറ്റിനെ എല്ലാം കൂടി ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്ന പരിപാടിയാണ് കളക്ഷൻ ഒപ്റ്റിക്സ് ചെയ്യുന്നത്. ഇനി സെൽസിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൽ നിന്നോ ലേസർ ലൈറ്റ് പാസ്സായി പോകുമ്പോൾ അവിടെ നിന്നുള്ള ഫ്ലൂറസെൻറ്റ് സിഗ്നൽസിനെ നേരെ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സിലോട്ട് പോകും. ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ആരെ? ഫ്ലൂറസെൻറ്റ് സിഗ്നൽസിനെ. അതുപോലെ ഫോട്ടോ ഡയോഡ് ഈ സിഗ്നൽസിനെയെല്ലാം കളക്ട് ചെയ്യും. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്ററിനെ കൂടെ ആ ഒരു ട്യൂബിൻ്റെ ഫ്രണ്ടിലേക്ക് വെക്കും. അപ്പോൾ ഒപ്റ്റിക് സിസ്റ്റം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ലേസർ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തതാണ്, മൂന്നാമത്തെ പാർട്ടാണ് ഇലക്ട്രോണിക് സിസ്റ്റം. ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന സിഗ്നലിനെ കമ്പ്യൂട്ടറിന് റീഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നതാണ് ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറയുന്നത്. ദി ഇലക്ട്രോണിക് സിസ്റ്റം കൺവേർട്സ് ദ സിഗ്നൽ ഫ്രം ദ ഡിറ്റക്ടർ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽസ് ദാറ്റ് ക്യാൻ ബി റീഡ് ബൈ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന് റീഡബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. അതാണ് ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറയുന്നത്. വൺസ് ദ ലൈറ്റ് ഫോട്ടോ ഡയോഡിൽ ഹിറ്റ് ചെയ്താൽ ഇലക്ട്രോൺസ് റിലീസാകും. എന്നിട്ട് ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ഇലക്ട്രിക് കറണ്ട് പിന്നീട് ആംപ്ലിഫയറിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് അവിടെ വോൾട്ടേജ് പൾസ് ക്രിയേറ്റ് ആകും. അങ്ങനെ വോൾട്ടേജ് പൾസ് ക്രിയേറ്റ് ആയാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ADC ആ വോൾട്ടേജ് പൾസിനെ ഒരു ഡിജിറ്റൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഇലക്ട്രോണിക് സിസ്റ്റത്തിനകത്ത് വരുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് ഫ്ലോ സൈറ്റോമെട്രി. ഫ്ലോ സൈറ്റോമെട്രിയുടെ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഒന്നാമത്തെയാണ് സാമ്പിൾ പ്രിപ്പറേഷൻ. നമ്മളൊരു ഫ്ലോ സൈറ്റോമീറ്ററിലൂടെ നമ്മൾ ഈ സാമ്പിളിനെ ഫ്ലോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ സാമ്പിളിനെ ഒന്ന് അനലൈസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഓരോ സെല്ലായിട്ടാണ് ഈ ഒരു ഫ്ലൂയിഡിക്സിൽ കൂടെ സെൽസ് പാസ്സാകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സെൽസ് എപ്പോഴും ക്ലംഡായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫ്ലോ സൈറ്റോമെട്രിയിൽ കൂടെ പാസ് ചെയ്യുന്നതിന് മുന്നേ വി ഷുഡ് എൻഷുർ ദാറ്റ് സിംഗിൾ സെൽ സസ്പെൻഷനായിട്ടാണ് സെൽസ് കിടക്കുന്നതെന്ന്. അപ്പോൾ അതിന് ക്ലംപ്ഡായിട്ട് കൾച്ചേർഡ് സെൽസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് സിംഗിൾ സെൽ സസ്പെൻഷനായിട്ട് മാറ്റണം. എങ്ങനെ? ബൈ യൂസിങ് എൻസൈമാറ്റിക് ഡൈജഷൻ ഓർ മെക്കാനിക്കൽ ഡിസോസിയേഷൻ. എൻസൈമാറ്റിക് ഡൈജഷൻ യൂസ് ചെയ്തിട്ട് ക്ലംപ്ഡ് ആയിട്ടുള്ള കൾച്ചേർഡ് സെൽസിനെ നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് സിംഗിൾ സെൽ സസ്പെൻഷനാക്കി മാറ്റുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു മെക്കാനിക്കൽ ഫിൽട്രേഷൻ കൂടി നടത്തും. എന്തിനു വേണ്ടിയിട്ട്? ക്ലോഗ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡേറ്റ ഹയർ ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യും. ഒന്നുകൂടെ മെക്കാനിക്കൽ ഫിൽട്രേഷനിൽ കൂടെ വിടും. എന്നിട്ട് ദ റിസൾട്ടിങ് സെൽസ് ആർ ദെൻ ഇൻക്യുബേറ്റഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് നമ്മൾ പിന്നീടുള്ള സാമ്പിൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലോട്ടോ അല്ലെങ്കിൽ മൈക്രോ ടിറ്റർ പ്ലേറ്റിലോട്ടോ നമ്മൾ മാറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലൂറസെൻ്റ് ലേബൽ ചെയ്യും. ഇനി അടുത്തയാണ് ആൻറ്റിബോഡി സ്റ്റെയിൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ സെൽസിനെ എല്ലാം നമ്മൾ ഫ്ലൂറോക്രോം കോൺജുഗേറ്റഡ് ആൻറ്റിബോഡീസ് ആയിട്ട് അല്ലെങ്കിൽ ഫ്ലൂറസൻ ലേബിൾഡായിട്ട് നമ്മൾ ചെയ്യും. അതിൻ്റെ സ്പെസിഫിക് മാർക്കേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫ്ലൂറസൻ്റ്ലി ലേബൽ ചെയ്യും. അങ്ങനെ ലേബൽ ചെയ്യുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ആകാം, ഇൻഡയറക്റ്റ് ആകാം, അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ സ്റ്റെയിനിങ്ങും ആകാം. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റണ്ണിങ് സാമ്പിൾസ്.
At first, control samples are run to adjust the voltage in the detector. ഇപ്പോൾ റണ്ണിങ് സാമ്പിൾ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സാമ്പിൾ ആദ്യം നമ്മൾ റൺ ചെയ്യും. എന്നിട്ട് അതിൻ്റെ വോൾട്ടേജ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ശരിക്കുമുള്ള സാമ്പിളിനെ റൺ ചെയ്യുക. അപ്പോൾ ഇത്രയും 3 സ്റ്റെപ്സാണ് ഫ്ലോ സൈറ്റോമെട്രിക്കുള്ളത്. നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നു. സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പം സിംഗിൾ സെൽ സസ്പെൻഷനായിട്ട് തന്നെ സെൽസ് കിടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലൂറസൻ ലേബൽ ചെയ്യും. മൂന്നാമത് നമ്മളൊരു കൺട്രോൾ സാമ്പിൾ ആദ്യം ഒഴിക്കും. എന്നിട്ട് വോൾട്ടേജ് എല്ലാം സെറ്റ് ചെയ്യും. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആക്ച്വലായിട്ടുള്ള സാമ്പിളിനെ നമ്മൾ അതിൽ കൂടെ റൺ ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡേറ്റ കിട്ടും. ഇനി എന്തൊക്കെ ആപ്ലിക്കേഷനാണുള്ളത് നമുക്ക് നോക്കാം. ഫ്ലോ സൈറ്റോമെട്രി നമ്മൾ ഒരുപാട് ഫീൽഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മോളിക്കുലർ ബയോളജി, പത്തോളജി, ഇമ്മ്യൂണോളജി, വൈറോളജി, പ്ലാന്റ് ബയോളജി, മെറൈൻ ബയോളജി, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ലാബ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ലുക്കീമിയ പോലത്തെ മാലിഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സെൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സൈറ്റോമീറ്റേഴ്സ് ലൈക്ക് സെൽ സോർട്ടേഴ്സ് ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ദ സെൽസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ സെപ്പറേറ്റ് കളക്ഷൻ ട്യൂബ് ഫിസിക്കലി. അപ്പോൾ നമുക്ക് ഫ്ലോ സൈറ്റോമെട്രി ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടിയ സെൽസിനെയെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ദി കണ്ടൻറ്റ് ഓഫ് DNA ബൈ യൂസിങ് ഫ്ലൂറസൻ മാർക്കേഴ്സ്. ഫ്ലൂറസൻ മാർക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് DNA കണ്ടൻറ്റ്സ് എല്ലാം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫ്ലോ സൈറ്റോമീറ്റേഴ്സ് അലോ ദി അനാലിസിസ് ഓഫ് റെപ്ലിക്കേഷൻ സെൽസ് ബൈ യൂസിങ് ഫ്ലൂറസൻ ഡൈ ഫോർ 4 സ്റ്റേജസ് ഓഫ് സെൽ സൈക്കിൾ. ഇനിയും നമുക്ക് ഫ്ലൂറസൻ ഡൈ ഉപയോഗിച്ചിട്ട് റെപ്ലിക്കേഷൻ ഓഫ് സെൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സെൽ ഡെത്ത്, അപ്പോറ്റോസിസ്, നെക്രോസിസ് ഒക്കെ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫോൾസ് റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണ്. സാമ്പിൾ പ്രിപ്പറേഷനൊക്കെ തന്നെ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഒക്കെ തന്നെ ആവശ്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നെൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.